തയ്ച്ചെടുത്ത ഒരു നൈറ്റി പാറ്റേൺ ആണിത്. ഞാൻ വലിയ തയ്യൽക്കാരിയൊന്നുമല്ല, നൈറ്റി ബിസിനസ്സോ ഒന്നുമില്ല. ഒരു നൈറ്റി ബിറ്റ് വാങ്ങി കിട്ടിയ സമയത്ത് അതിനെ കൊണ്ടാണ് ചെയ്ത് നോക്കിയതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഈ നൈറ്റി എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. ഇത് എളുപ്പമാണ് തയ്ക്കാൻ. ഞാൻ സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്ച്ചെടുത്തത്. നമുക്ക് ഇത് തയ്ക്കുന്ന വിധം നോക്കാം. ഇതൊരു നൈറ്റി ബിറ്റാണിത്. അപ്പോൾ അത് നൈറ്റി തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഞാൻ ഒന്ന് തയ്ച്ച് നോക്കാം. കട്ട് ചെയ്യുന്ന വിധങ്ങൾ രണ്ട് ഫ്രണ്ട് പീസും ഞാൻ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ട് പീസും ബാക്ക് പീസും വേറെ വേറെ കട്ട് ചെയ്തെടുത്തിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ഈ നൈറ്റി ബിറ്റ് 2 പീസിന്. അപ്പോൾ നമുക്ക് ഈ നൈറ്റി ബിറ്റ് ആദ്യം 2 പീസായിട്ട് മുറിച്ചെടുക്കാം. ഇവിടെ ഞാൻ വരച്ച് വെച്ചത് ബാക്ക് പീസാണ്. ബാക്ക് പീസിൽ കഴുത്ത്, കയ്യിൻ്റെ ഈ ബോഡി ഷേപ്പ് ഞാൻ വരച്ച് വെച്ചു. അപ്പോൾ എങ്ങനെ അളവ് പറഞ്ഞുതരാം. അളവ് ഞാൻ എൻ്റെ അളവിലാണ് കേട്ടോ തയ്ക്കുന്നത്. എന്താ കാരണം വെച്ചാൽ ഞാൻ കുറച്ച് വണ്ണമുള്ള ആളായതുകൊണ്ട് ഞാൻ എൻ്റെ അളവ് എടുത്തിട്ട് 3 ഇഞ്ച് വീതി, പിന്നെ താഴോട്ട് 4 ഇഞ്ച് ഇങ്ങനെ എടുത്തൊരു ബോക്സ് ഇവിടെ നോക്കിയത് ബോക്സ് വെച്ച് തയ്ച്ചു. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ 6 ഇഞ്ച് വെച്ച്, പിന്നെ ഇവിടെ കയ്യിൻ്റെ ഇവിടെ 8, പിന്നെ ഇവിടേക്ക് ഇങ്ങോട്ടുള്ളത് വെച്ച് ഇതേമാതിരി ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. തയ്ച്ചെടുത്തിട്ട് അതിതാ ഇവിടെ ഇതേമാതിരി ഞാൻ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്, സ്ക്വയർ. എന്നിട്ട് ഇങ്ങനെ വളച്ചിട്ട് ഇതിൻ്റെ പിന്നെ ഇവിടെ അര ഇഞ്ച് എടുത്തിട്ടുണ്ട്. അര ഇഞ്ച് എടുത്തിട്ട് ഒരു ക്രോസ് വരച്ചു. ഷോൾഡറിൻ്റെ അവിടെ കണ്ട 1 ഇഞ്ച് എടുത്ത് ഷോൾഡർ ക്രോസ് വരച്ചു. പിന്നെ കയ്യിൻ്റെ ഇവിടെ അങ്ങനെ വരച്ചെടുത്തിട്ട് ഇവിടെ അങ്ങനെ കയ്യിൻ്റെ ഈ റൗണ്ട് അങ്ങനെ തയ്ച്ചു. പിന്നെ ഇവിടെ ബോഡി ഷേപ്പ്, ബാക്കിൽ ബോഡി ഷേപ്പിലാണ് ധരിക്കുന്നത്. ഇതേമാതിരി ബോഡി ഷേപ്പ് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതേമാതിരി ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. ഈ കഴുത്തിൻ്റെ സൈഡ് കൈയിൻ്റെ അവിടെ അതിങ്ങനെ ഇതേമാതിരി കട്ട് ചെയ്തെടുത്തു. പിന്നെ ബോഡി ഷേപ്പ് അവിടെ അങ്ങനെ ബാക്ക് കട്ട് ചെയ്തെടുത്തു. ബാക്ക് ഫുള്ളായിട്ട് ഇതേമാതിരി കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ബാക്ക് പോർഷൻ കഴിഞ്ഞു. ഇനി ഫ്രണ്ട് പോർഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇവിടെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണ് വരയ്ക്കുക ചെയ്തത് ഇഞ്ച് നോക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് വീതിയിൽ എടുക്കുന്നത് ഇവിടെ. അപ്പോൾ ഈ കൈക്കുഴിയുടെ ഈ ഭാഗം കുറച്ച് കുറയ്ക്കണം. എന്നിട്ട് അങ്ങനെ വേണം ഇവിടെ ഞെറിയിട്ടിട്ട്. അപ്പോൾ ഇവിടെ 8 ഇതെടുത്തത്, വീതി എടുത്തത്. ഇവിടേക്ക് 6 ഇറക്കം, മുന്നിൽ നല്ലാത്ത കുറച്ച് ഇറക്കം വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് 6 എടുത്തു. ഇവിടെ കൈക്കുഴി പിന്നെ മറ്റേതില്ല, 9 ഇവിടെ അങ്ങനെ വളച്ച് വെട്ടി. ഇവിടെ എന്താ കാരണം വെച്ചാൽ ഇവിടെ ഞാൻ സ്ക്വയറാണ് വരച്ചെടുത്തത്, സ്ക്വയറാണ് നെക്ക്. അപ്പോൾ ഇവിടെ അങ്ങനെ ഞെറിയിട്ട് കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ തയ്ക്കുന്ന സമയത്ത് കാണിച്ചു തരാം. ഇവിടെ അങ്ങനെ ഇതേമാതിരി സ്ക്വയർ വരച്ചെടുത്തു. ഇവിടെ കുറച്ച് വരയ്ക്കാണ്ട്. ഇവിടെ ഒരു 1 ഇഞ്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ 1 ഇഞ്ച് കട്ട് ചെയ്താണ്. ഷോൾഡർ കൈക്കുഴീൻ്റെ ഇവിടെ സ്ക്വയർ വരച്ച് ഇവിടെ അങ്ങനെ വരച്ചെടുത്ത്. ഇവിടെ സ്ക്വയർ തന്നെ ആയിട്ടാണ് വരയ്ക്കുന്ന, വ്യത്യാസമില്ല. അങ്ങനെ ഈ ഫ്രണ്ട് പോർഷൻ വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതേമാതിരി ഞാൻ കഴുത്ത് കയ്യിൻ്റെ ഇതും വെട്ടിയെടുത്തു. ഇനി അടുത്ത ചെയ്യുന്നത്
നമ്മൾ നീളത്തിൽ വെട്ടി വെച്ച കഴുത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ കഴുത്തിൻ്റെ ഭാഗം എന്താ ചെയ്യുക വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഞെറിയിട്ട് കൊടുക്കുക. ഓരോതായിട്ട് ഒരു 2-3 മതി, അധികം വേണ്ട. ഒരു 4-5 വെച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞെറിയിട്ട് കൊടുത്തിട്ട് ഈ നെക്കിൻ്റെ ഇതിൻ്റെ വീതിക്കനുസരിച്ച് ആക്കി കൊണ്ടുവരണം. ഇതേമാതിരി ഉണ്ടാവും വെച്ചിട്ട് നെക്ക് ഇവിടെ ഇങ്ങനെ ഇവിടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യും. ഇതേമാതിരി വെച്ചിട്ട് ഇവിടെ അങ്ങനെ ഒരു വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കാണിച്ചത് അതേമാതിരി ഞാൻ ഞെറിട്ടെടുത്തു കൊണ്ട് ഇതേമാതിരി ചെയ്തെടുത്തു. ഈ വേറെ ഇവിടെ താഴോട്ട് ഇതേമാതിരി അപ്പോൾ സ്ക്വയർ നെക്കിൻ്റെ ഇതേമാതിരി വന്നത് ഞാൻ ഇതേമാതിരി ഒരു പിങ്ക് കളറിലെ പീസ് എടുക്കും. ഇവിടെ ചുവപ്പ് കളറ് പൂക്കളൊക്കെ ഉണ്ടല്ലോ, ഈ ചുവപ്പ് കളറിന് പൂക്കളിനൊക്കെ മാച്ചായിട്ടൊരു പീസ് എടുത്തതാണ്. അപ്പോൾ പീസ് എടുത്തിട്ട് ഇതവിടെ അതേമാതിരി വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ഇവിടെ വരെ വെച്ചിട്ട് കട്ട് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ പിന്നെ ഇവിടെ ഇതാ കഴുത്തിൻ്റെ ഇവിടെ അങ്ങനെ വരച്ചെടുക്കുക. കഴുത്ത് നമ്മൾ കുറച്ച് എക്സ്ട്രാ വെക്കണം, തയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തെടുത്ത് വയ്ക്കുക. ഇവിടെ കഴുത്ത് എന്നിട്ട് ഇവിടെ ഈ പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടുത്തെ ഈ പീസിൻ്റെ മുകളിൽ നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ പീസ് കട്ട് ചെയ്തെടുക്കുക. ഈ പീസിൻ്റെ അകത്ത് ഇത് അളവെടുത്ത് നടും മടക്കിയിട്ടുണ്ട്. അപ്പോൾ അളവെടുക്കുക. ഇവിടെ എത്ര ഇഞ്ച് ഉണ്ട് നോക്കത്. നേരത്തെ മാതിരി തന്നെ 7 ഇഞ്ചാണ് ഇവിടെ വരുന്നത്. 7 ഇഞ്ച് നീളം. ഇവിടെ എത്ര വീതി വന്നു വെച്ചാൽ 6 ഇഞ്ച് വീതി വന്നിട്ട്. അപ്പോൾ കുറച്ച് എക്സ്ട്രാ എടുക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക് തുന്നി പോകണമല്ലോ, അപ്പോൾ അങ്ങനെ എടുത്താൽ മതി. ഇവിടെ അങ്ങനെ എടുത്തിട്ട് ഒന്നുകൂടെ നോക്കാം. 7 ആവുന്ന സമയത്ത് 7.5 ഇട്ടെടുക്കുക. 8 എടുക്കണ്ട, 6 എടുത്താൽ മതി. തുന്നി പോണ സമയത്ത് വരുമല്ലോ, 6 എടുത്താൽ മതി. കുറച്ചിട്ട് എടുത്താൽ മതി. എന്താ വെച്ചാൽ കുറച്ച് എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് കൂട്ടി കൊടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. 6 ഇവിടെ നോക്കുക. ഇവിടെ ഇതാ 6 ഇത് വരുന്നത്. 6 ഇഞ്ചാവുന്ന സമയത്ത് 5.5 എടുത്താൽ മതി. 5.5 എടുത്തിട്ട് ഇവിടെ ഇതാക്കി കൊടുക്കുക. ഇവിടെ പകുതിയാവുന്ന സമയത്ത് 3 എടുത്താൽ മതി. അപ്പോൾ 2 ഭാഗം വരുമല്ലോ, 3 കണക്കാണ് ഇവിടെ. 5, 4 അപ്പോൾ എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് കാണിച്ചത്. അപ്പോൾ അത് അതേമാതിരി ഞാൻ വെട്ടിയെടുത്തുകൊണ്ട് ഇതേമാതിരി. അപ്പോൾ ഇത് എന്താ കാരണം വെച്ചാൽ ഇത് കുറച്ച് എക്സ്ട്രാ വെക്കാൻ കാരണം
ഇവിടെ നമുക്കിത് തയ്ച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് മറച്ചിട്ട് വേണം അത് പൈപ്പ് ഒക്കെ തയ്ക്കുന്ന സമയത്ത് കാണിച്ചു തരാം. ഇതേമാതിരി വന്നു കണ്ടോ ഈ സ്ക്വയർ. അപ്പോൾ എത്ര ഇതിൽ താഴോട്ട് വരും. ഈ ഇതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുക. വർക്ക് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്താൽ മതി. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്ത ആ പീസാണിത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കഴുത്തിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്ത് കുറച്ച് വിട്ടിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. സ്ക്വയർ വരച്ച് വെച്ചിട്ട് അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഉള്ളിൽ കൂടെ തയ്ച്ചെടുക്കുക. അവിടെ എന്താ കാണുന്നില്ല വര. ഇത് കഴുത്ത് ഉള്ളിലേക്ക് മടക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് ഞാൻ വരച്ച് വെച്ചു. അപ്പോൾ ഈ 2 കളർ നൂല് കൊണ്ടാണ് ഞാൻ തുന്നുന്നത്. ഈ പിങ്ക് കളറിലെ നൂലും ഈ കളറിലെ നൂലും ഉപയോഗിച്ചിട്ടാണ് തുന്നുന്നത്. ആദ്യം സ്റ്റെം സ്റ്റിച്ചിലാണ് തുന്നുന്നത്. ഫ്രെയിം ഇടുന്നില്ല. ഫ്രെയിം ഇടാതെ ലൈനാണല്ലോ തുന്നുന്നത്. അപ്പോൾ ഫ്രെയിമിൻ്റെ ആവശ്യമില്ല. ഞാൻ ഫ്രെയിം ഇടാതെയാണ് തയ്ക്കാറില്ല. അപ്പോൾ അത് ആദ്യം ലൈന് തുന്നു. ഇങ്ങനെ തുന്നി അങ്ങനെ എടുത്താലേക്ക് ശരിയാവുള്ളൂ. ഈ ലൈനിൻ്റെ മുകളിൽ നിന്ന് തയ്ച്ചെടുക്കും. ഇവിടെ ഷോൾഡർ തയ്ച്ച് പോകണമല്ലോ കുറച്ച്. അപ്പോൾ ഷോൾഡറിന് വിട്ട് വെച്ചിട്ട് തയ്ക്കണം. സ്റ്റെം സ്റ്റിച്ചിൽ തയ്ച്ചാൽ മതി. സ്റ്റെമ്മത് ഫ്രെയിമിൻ്റെ ആവശ്യമില്ല. ഫ്രെയിമിട്ട് തയ്ക്കുന്ന ശീലമുള്ളവർക്ക് വേണമെങ്കിൽ ഫ്രെയിമിട്ട് തയ്ക്കാം. എനിക്ക് ഫ്രെയിമിൻ്റെ ആവശ്യമില്ല. ഫ്രെയിമിട്ടുള്ള തയ്ക്കുന്നത് സ്റ്റെം സ്റ്റിച്ച് തന്നെ. ഇതേമാതിരി ഈ ഒരു ലൈൻ ഇവിടെ ചതുര സ്ക്വയർ ഉണ്ടല്ലോ ഇവിടെ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക. തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ സ്റ്റെം സ്റ്റിച്ചിൽ ഫുള്ളായിട്ട് സ്ക്വയർ തയ്ച്ചെടുത്ത് അതിന് അടുത്ത ലൈൻ വെച്ചാൽ ഈ കളർ പിങ്ക് കൊണ്ട് പിങ്ക് കളറൊന്നുമില്ല. പിങ്ക് കളറൊന്നുമില്ലാണ്ട് ഇത് അവിടെ സ്റ്റെമ്മന്നെ തന്നെ കേട്ടോ. അടുപ്പിച്ചൊരു ബോർഡർ മാതിരി ഇതവിടെ അടുത്തൻ്റെ സ്റ്റെമ്മ തന്നെ. കാളിൽ ചെന്നാലും ഈ കളറായതുകൊണ്ട് വ്യത്യാസമായിട്ട് ഇതേമാതിരി സ്ക്വയർ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കണം. തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ട് കാണിക്കും. പിങ്ക് കളർ നൂലുകൊണ്ട് ഞാൻ തയ്ച്ചെടുത്തു. ഇതിൻ്റെ മുകളിൽ ഇനി ഒരു കളർ ഇത് അടുപ്പിച്ചിട്ട് ഒരു കളറുണ്ട്. ഈ കളറും കൂടെ തുന്നി കിടക്കും. ഒന്നും കൂടെ ഈ കളർ കൊണ്ട് തന്നെ തുന്നി കൊടുക്കുക. കണ്ടോ ആദ്യം തയ്ച്ച നൂലുണ്ടല്ലോ ആ സ്റ്റെം സ്റ്റിച്ചിൽ തന്നെയാണ് തയ്ക്കുന്നത്.
അതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക. ഈ സ്ക്വയർ നമ്മൾ തയ്ച്ചിട്ടിട്ടുണ്ടല്ലോ, ഈ സ്ക്വയറിൽ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കണം. പിന്നെ ഈ ഭാഗത്ത് ഈ എൻഡിൽ നമ്മൾ ഇവിടെ വക്കത്തുണ്ടല്ലോ, ഈ വക്കത്ത് കൂടി ഇതേമാതിരി ഇതിങ്ങനെ വന്നിട്ട് ഈ സൈഡ് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കണം. അതേമാതിരി തന്നെ 3 ലൈന്. എന്നിട്ട് വേണം അതിൻ്റെ അകത്ത് സ്ക്വയർ വരയ്ക്കണമെങ്കിൽ. ഈ വക്കത്ത് കൂടെ നമ്മൾ നൈറ്റീൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കുന്ന ഈ സൈഡിൽ കൂടെ അങ്ങനെ അതേമാതിരി ഒരു 2 കളർ വെച്ച് 3 കളർ വെച്ച് സ്റ്റെം സ്റ്റിച്ചിൽ തയ്ച്ച് ഇവിടെ അങ്ങനെ ഒരു ബോർഡർ മാതിരി ഉണ്ടാക്കി കൊണ്ടുവരണം. എന്നിട്ട് എല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇത് ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തു. അല്ലെങ്കിൽ കഴുത്തിൻ്റെ പോർഷൻ ഫുള്ളായിട്ട് സ്ക്വയർ ചെയ്തെടുത്തു. പിന്നെ അതവിടെ ഈ സൈഡിൽ 3 ലൈന് അടിഭാഗത്ത് ഇവിടെ ചെയ്തെടുത്തു. ഇനി ഇവിടെ എന്താ ചെയ്യുക, ഇവിടെ സ്ക്വയർ വരയ്ക്കുക. സ്ക്വയർ വരച്ചിട്ട് വേറൊരു ഡിസൈനും കൂടെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇവിടെ സ്ക്വയർ വരച്ചെടുക്കും. ഇവിടെ സ്ക്വയർ ഫുള്ളായിട്ട് വരച്ചെടുക്കുന്നത് കാണിക്കാം. അതേമാതിരി ഇതിനകത്ത് ഞാൻ ഒരു ഇത് സ്ക്വയർ വരച്ചെടുത്തു. കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ സ്ക്വയറൊക്കെ ഓരോ സ്റ്റെം സ്റ്റിച്ച് ചെയ്തെടുക്കും. ഒറ്റ കളർ നൂലുണ്ട്. ഈ കളർ നൂലിൽ 3 ലെയർ എടുത്തിട്ട് ആദ്യം അവിടെ സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഒരേ 8 ലൈന് തയ്ച്ചാൽ അതേമാതിരി 3 എണ്ണമൊന്നും വേണ്ട, ഒറ്റ ലൈനിൽ തയ്ച്ചെടുക്കും. ആദ്യം ചെയ്ത മാതിരി തന്നെ ചെയ്ത് സ്റ്റെമ്മിൽ തന്നെ തയ്ച്ചെടുക്കും. ഈ ബോക്സ് ഫുള്ളായിട്ട് ഈ ലൈനുകളൊക്കെ തയ്ച്ച് ഈ ബോക്സ് മാതിരി തയ്ച്ചെടുക്കും. ഇവിടെയൊക്കെ ഓരോ ലൈനിന് വീതം തയ്ച്ചെടുക്കണം. ഇങ്ങനെ തയ്ക്കുക. ഇത് കഴിഞ്ഞ് ഇവിടെ തയ്ച്ച് അല്ല അതേമാതിരി തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഞാൻ ചെയ്തെടുത്ത ആ വർക്ക് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഇത് നമുക്ക് ആ നൈറ്റീൻ്റെ ഫ്രണ്ട് പോർഷനിൽ പിടിപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതേമാതിരി ഇതിൻ്റെ മുകളിൽ ഫിറ്റാക്കി കൊടുക്കുക. ഇതേമാതിരി ഉണ്ടാവും. അപ്പോൾ എങ്ങനെ ചെയ്യുക, തയ്ച്ചെടുക്കുക നോക്കാം. ഇതേമാതിരി തിരിച്ച് വെച്ചിട്ട് 2 ഭാഗം വെച്ചിട്ട് തയ്ച്ചെടുക്കുക. ഈ സൈഡ് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക. അങ്ങനെ വന്ന് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഈ പീസിൽ ഇങ്ങനെ തയ്ച്ചിട്ട് അങ്ങനെ തയ്ച്ച് കൊണ്ടുവരിക. അങ്ങനെ തയ്ച്ച് തിരിക്കുന്ന സമയത്ത് അതവിടെ ഫിറ്റായിക്കോളും. തിരിച്ച് കഴിഞ്ഞ് തയ്ച്ച് കഴിഞ്ഞിട്ട് അതേമാതിരി ഒരു റണ്ണിങ് സ്റ്റിച്ചിൽ തയ്ച്ചെടുക്കുക. തയ്ച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരും. അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തു 2 സൈഡും. പിന്നെ അടുത്ത് ചെയ്യുന്നത് ഇതൊരു ഇവിടെ അങ്ങനെ പ്രസ്സായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് തയ്ച്ച് കൊടുക്കും. തിരിച്ചിട്ട് നല്ല ഭാഗമാണ് ഇത്. നല്ല ഭാഗത്ത് ഇതിങ്ങനെ വയ്ക്കും. അപ്പോൾ അതിങ്ങനെ വരും. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് പ്രസ്സാവാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് പ്രസ് അടിച്ചെടുക്കും, തയ്ച്ചെടുക്കും. ഈ ഭാഗം 3 ഭാഗം തയ്ച്ചെടുക്കും. അതേമാതിരി ഇവിടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഇവിടെ 3 സൈഡ് ഇതേമാതിരി തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഒന്ന് ഇവിടെ ടൈറ്റായിട്ട് നല്ലതുപോലെ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് തയ്ച്ചെടുക്കുക. ഇതേമാതിരി ഞാൻ പ്രസ് ചെയ്ത് 3 ഭാഗം തയ്ച്ചെടുക്കുക. ഇനി അടുത്ത ചെയ്യുന്നത് അടുത്തത് അവിടെ അങ്ങനെ വെച്ച് ഉള്ളത് ഇവിടെ അങ്ങനെ തയ്ച്ചെടുക്കുക. ഇവിടെ അങ്ങനെ അടുപ്പിച്ച് ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ സൈഡിൽ കൂടെ 3 ഭാഗം തയ്ച്ചെടുക്കുക.
ഇവിടെയൊക്കെ തയ്ച്ചു ഇതേമാതിരി ഇങ്ങനെ വക്കത്ത് കൂടെ അടുപ്പിച്ച് തയ്ച്ചു കൊടുക്കും. അപ്പോൾ ഇതിവിടെ ഫിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്തും തയ്ച്ചു കൊടുക്കണം. എന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ വെച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ ഇവിടെ വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഇവിടെ അങ്ങനെ ഇതിൻ്റെ മുകളിൽ അടുപ്പിച്ച് വലിച്ച് വെച്ചിട്ട് ഇവിടെ അങ്ങനെ വലിച്ച് വെച്ചിട്ട് ഇവിടെ അങ്ങനെ തയ്ച്ച് കൊടുക്കുക ഈ വറ്റം വരെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫ്രണ്ട് ശരിയാക്കി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. അക്കത്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫുള്ളായിട്ട് തയ്ച്ചത് ഇതിൻ്റെ മുകളിൽ ഫിറ്റാക്കി എടുക്കുക. ഇതിൻ്റെ മുകളിൽ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. ഇവിടെ 3 സൈഡും തയ്ച്ച് ഇതിൻ്റെ മുകളിൽ ഫിറ്റാക്കി എടുത്താൽ ഈ വർക്ക് ഇതിൻ്റെ മുകളിൽ ഫിറ്റായിട്ട് പിന്നെ ബാക്ക് സൈഡ് കയ്യും തയ്ച്ച് കഴിഞ്ഞാൽ ഈ നൈറ്റീൻ്റെ വർക്ക് ഇത് അതേമാതിരി എടുത്ത് ഇതിൻ്റെ മുകളിൽ തയ്ച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലെല്ലാം ഞാൻ ഫിറ്റാക്കി തയ്ച്ചെടുത്ത് ഇനി ബാക്ക് കൈ ഒക്കെ തയ്ച്ച് ഈ നൈറ്റി കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഈ ഞെറിയിട്ട ഭാഗം അതേമാതിരി തയ്ച്ചെടുത്ത് ഈ നൈറ്റി പാറ്റേണിൻ്റെ വർക്കുകളെ കഴിഞ്ഞത് കാണുന്ന സമയത്ത് ഇതേമാതിരി ഉണ്ടാകും. കൈയൊക്കെ തയ്ച്ചെടുത്ത്